മരത്തിൻ്റെ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും കൂടുതലും മരമാണേലും നല്ല രസമുള്ള സീനറികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഖത്തറിലൊക്കെ വന്നിട്ട് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു ഹായ് ഗൈസ്, നമസ്കാരം. നമ്മളിന്നുള്ളത് ഖത്തറിലാട്ടോ. ഖത്തറിൽ ഖത്തറിലുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുക വെച്ചിട്ടാണ് ഈ വീഡിയോ. ഇതിലൊരു നല്ല രസകരമായ സീനറികളും ബോട്ടും വില്ലകളും അതുപോലെ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഖത്തറിലാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾ സ്വന്തം വണ്ടിയായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും പോയി കാണാൻ കഴിയും. സൗകര്യം പോലെ കാണാം. അതെല്ലാം മെട്രോയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ലത്തീഫയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഖത്തറിലേക്കുള്ള ബസ് ഉണ്ടാവും, മെട്രോൻ്റെ ബസ് ഉണ്ടാവും. അതിൽ കയറുക. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങിയാൽ മതി. ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അവിടെ എവിടേക്ക് എല്ലാവരും കൂട്ടത്തിൽ ആരെങ്കിലും പോകണമെന്ന് ആരും കൂടെ വന്ന് പോയിട്ട് അവിടെ ഇറങ്ങിയാൽ മതി. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും കൂടിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന യാത്രയിൽ തന്നെ കുറേ സ്ഥലങ്ങൾ, അവിടുത്തെ റോഡും അവിടുത്തെ റോഡരികിലെ ഡിസൈനുകളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രസമുണ്ട്. ഒന്നും നമുക്ക് വേസ്റ്റ് ആവില്ല, കാണാനുണ്ട് ഇഷ്ടംമാതിരി. അപ്പോൾ നല്ല കണ്ണിന് നല്ല കുളിര് നൽകുന്ന ഓരോ സീനുകളാണ് അവിടെ കാണാനുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ബിൽഡിങ്ങുകളുടെ ഇടയിൽ വലിയൊരു നല്ല രസമുള്ളൊരു പള്ളി കാണാൻ പറ്റി. പക്ഷെ അവിടെ കയറി ചെയ്തിട്ടില്ല, ബസ്സിലായതുകൊണ്ട് പിന്നെ ഇറങ്ങിയിട്ട് കയറാനൊന്നും പറ്റിയില്ല. വണ്ടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കയറാനൊക്കെ നല്ലതാണ്. കാണാനൊക്കെ ഉണ്ടാവും. പള്ളിയിൽ വലിയ അത്യാവശ്യം നല്ല സൗകര്യമുള്ള പള്ളിയൊക്കെ ആവും. അപ്പോൾ പള്ളിയിൽ കയറണമെന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ റോഡരികിലെ ഡിസൈനുകളും ബിൽഡിങ്ങുകളും എല്ലാം കാണാനുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടൊക്കെ പോയിട്ട് കാണുകയാണെങ്കിലാണ് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് നമ്മുടെ കൂടെ പോകുന്നുള്ളൂ. ഇനി പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ പോയിട്ട് ഇതൊക്കെ ഒന്ന് കാണാൻ സമയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ നമ്മുടെ കൂടെ കൂടിക്കോ. ഈ വീഡിയോയിലൂടെ അതെല്ലാം കാണാം, കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. ഇനി നിങ്ങൾ പോയ ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കും, ഇവിടെ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്ത് കാണാണ്ട് ഇന്നത് കാണാണ്ട് എന്നൊക്കെ. അപ്പോൾ ഇനി പോകാനുള്ള ആൾക്കാർക്ക് അതൊരു ഉപകാരപ്പെടുകയും ചെയ്യും. ഓക്കെ.
നല്ല രസമുള്ള സീനറികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഖത്തറിലൊക്കെ വന്നിട്ട് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു മോശമല്ലേ. അപ്പോൾ ഇനി കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ജോലിയും സംബന്ധമായിട്ടും ലീവില്ലാതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ള പ്രയാസപ്പെടുന്നവരൊക്കെ, അവർക്കൊക്കെ ഒന്നൊരു ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ ആൾക്കാർക്കൊക്കെ ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് കറങ്ങാൻ പറ്റും. വലിയ വലിയ ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. പോകുന്നുണ്ട് കണ്ടോ, ഇത്ര പൊക്കത്തിലൂടെ പോണത്. അപ്പോൾ ഇവിടുത്തെ സീനുകളൊക്കെ കണ്ടോളൂ. കുറേ ബോട്ടുകൾ വെയിറ്റിങ്ങിലുണ്ട്. ഇതൊക്കെ റണ്ണിങ്ങിലുള്ളതാണോ എന്താ അറിയില്ല, എപ്പോഴാണ് എടുക്കാമെന്നൊന്നും അറിയില്ല. മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. വലിയ ചെറുതുമായ വലിയ ബോട്ടുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. വലിയ വലിയ പാർട്ടികൾക്കൊക്കെ ആയിട്ട് സഞ്ചരിക്കാനായിട്ട് ഇവിടെയാണ് അവരെ സർവീസിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യക്കാരൊക്കെ വന്ന് ഞാൻ നമ്പറിൽ വിളിച്ചാൽ യാത്ര ചെയ്യാൻ പറ്റും. ഓരോ ബോട്ടുകളുടെ എത്ര ആൾ കയറാം, എത്ര ആൾ, 5 ആൾ കയറുന്നതും 8 ആൾ കയറുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ബോട്ടുകൾ കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരൊക്കെ വന്നിട്ട് ഇതുപോലത്തെ ബോട്ടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് കറങ്ങാൻ പറ്റുന്നവർക്കൊക്കെ കറങ്ങാൻ പറ്റും കേട്ടോ. നല്ല രസമുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. കണ്ട അവിടെ വലിയ വലിയ ബോട്ടുകൾ തന്നെ കിടക്കുന്നത്. നല്ല രസമുള്ള ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ലക്ഷറിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ലക്ഷറി ബോട്ടുകൾ കിടക്കുന്നുണ്ട്. ആ നമ്പർ വിളിച്ചാൽ മതി. ഇവിടുത്തെ കാഴ്ച രക്ഷയില്ല കാണാൻ. നല്ല മനോഹരമായ കാഴ്ചകളാണ്. ക്രിസ്റ്റൽ ഹൗസ്. അതുപോലെ എല്ലാ ബോട്ടുകളോട് പാർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴും അതൊക്കെ എടുക്കാറില്ല. വരുന്ന സഞ്ചാരികൾക്കൊക്കെ വേണ്ടിയിട്ട് കറങ്ങാനൊക്കെയാണ് ഇവിടുത്തെ ബോട്ടുകളൊക്കെ വെയിറ്റിങ്ങിലുള്ളത്. ഇംഗ്ലീഷുകാരൊക്കെ വന്ന് ഇവിടെയാണ് താമസിക്കുകയൊക്കെ ചെയ്യണം. വലിയ വലിയ ടീമുകളൊക്കെ വന്നാൽ അപ്പോൾ അവർക്കൊക്കെ താമസിക്കുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ബോട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ റെഡി ആയിട്ടുണ്ട്. വലിയ വലിയ കടു ഫുള്ള് വലിയ വലിയ ബിൽഡിങ്ങുകളാട്ടോ അവിടെ കാണാനുള്ളത്. കുട്ടികളും വലിയവരൊക്കെയാണ് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഖത്തർ വലിയ ബോട്ട് കിടക്കുന്നുണ്ട്, VIP ബോട്ട്. ഖത്തറിൻ്റെ വലിയൊരു ബോട്ടുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. അൽ സാലിയ, ഹാഫ് മൂൺ, വലിയ വലിയ ബോട്ടുകൾ. സഞ്ചാരികൾക്കുള്ള വലിയ വലിയ ബോട്ടുകൾ അതൊക്കെ.
മരത്തിൻ്റെ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും കൂടുതലും മരമാണ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, മരത്തിൻ്റെ ബോട്ടാണ്. ഇവിടെ മൊത്തം ബോട്ട് തന്നെ കേട്ടോ. തട്ടം മുതൽ ആ തട്ടം വരണ്ട ഫുള്ള് ബിൽഡിങ്ങുകളും ബോട്ടും. യാത്രക്കാരായിട്ട് ചെറിയൊരു ബോട്ട് പോകുന്നുണ്ട്, നോക്കട്ടെ. അതേപോലെ യാത്രക്കാരൊക്കെ ആയിട്ട് ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് അതുപോലെ ബോട്ട് യാത്ര ആവശ്യക്കാർക്കൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ പോകാൻ പറ്റുന്നുണ്ട്. ചെറിയ ബോട്ടിലൊക്കെ ആൾക്കാർ ചെറിയ പൈസക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ടീമുകൾക്കൊക്കെ ചെറിയ ബോട്ട് എടുത്താൽ മതി. വലിയ സെറ്റപ്പുള്ള ആൾക്കാർക്കൊക്കെയാണ് വലിയ ബോട്ടുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ വരുന്ന വലിയ വലിയ ഹോട്ടലൊക്കെ താമസിച്ചിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വലിയ ബോട്ടിൻ്റെ യാത്ര. അല്ല, ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവിടുന്ന് ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒരു മൂൺ ബിൽഡിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഖത്തറിൻ്റെ ഒരു മൂൺ ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ വേറെ സംവിധാനം കണ്ടത് കേട്ടോ. വേറെ സംഭവം കണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലോക്ക് ടവറിൻ്റെ ലൈറ്റ് ടവറുണ്ട്. ഈ ലൈറ്റ് ടവർ അതിൻ്റെ ഇടയിൽ നിന്ന് കാണാൻ നോക്ക്, അത്രയും ദൂരത്ത് നിൽക്കണം. ഞാൻ ഇത്രയും സൂം ആക്കിയിട്ട് ഇത്ര കിട്ടുന്നുള്ളൂ. ബോട്ട് കൊണ്ട് വിശാലമായി കിടക്കുന്ന കടൽ കണ്ട, ചുറ്റോറും ബിൽഡിങ്ങുകൾ, നല്ല അന്തരീക്ഷം. ഖത്തറിൻ്റെ ദേശീയ ദിനമായ ഡിസംബർ 18 വലിയ വലിയ പ്രോഗ്രാമുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വഴിക്ക് വന്നത്. ഇവിടെ വൈകിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. വലിയ പരിപാടിയൊക്കെ നിർത്തി വെച്ചിരിക്കല്ലേ അവർ. അതുകൊണ്ട് പരിപാടി എന്തായാലും കാണാൻ പ്രതീക്ഷയില്ല. അപ്പോൾ എന്തായാലും സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ്. എത്ര രസകരമായിട്ടാണ് ബിൽഡിങ്ങുകളൊക്കെ, ആകാശം മുട്ടി നിൽക്കുന്ന ബിൽഡിങ്ങുകളാട്ടോ. ഈ ബിൽഡിങ് നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ എൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യട്ടോ. ഈ ബിൽഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അടുക്കൊന്നും എത്താൻ പറ്റുമൊക്കെ തോന്നില്ല. പിന്നെ ഈ ബിൽഡിങ്ങുകളൊക്കെ നോക്ക് അല്ല, എവൻ്റെമാളെ തോന്നുന്നത് കാണുന്നത് ആ ബിൽഡിങ്. ഗൈസ്, നമ്മൾ പിന്നെ അവിടുന്ന് പുറപ്പെട്ട് നേരെ കോർണിഷിക്ക് വിട്ട്. കോർണിഷിൽ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി. അതുപോലെ കോർണിഷിൻ്റെ നമ്മുടെ എക്സ്പോ നടക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് ചാടി. അതുപോലെ വലിയ വലിയ ഇതൊക്കെ കണ്ടു. കോർണിഷിൽ മറ്റേ എക്സ്പോയിലൊക്കെ വന്നതാണ്, എന്നാലും ഒന്നുകൂടി പുതിയ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ വെച്ചിട്ട് അവിടെ ചാടിയത്. അപ്പോൾ എന്തായാലും വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. കുറേ ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കാണാൻ കഴിഞ്ഞ്. കുറേ സ്റ്റാളുകൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു വേറെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇതുപോലെ ഖത്തറിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ കഴിയാതെ വെറും ഡ്യൂട്ടിയായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾ എക്സ്പോയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതിലേറ്റവും
നിങ്ങൾക്ക് ഇഷ്ടമായത് എന്തൊക്കെയാണെന്ന് കമൻ്റ് ആയി കിട്ടുക. അപ്പോൾ ഇനി പോകുന്ന ആൾക്കാർക്ക് ആ ഏരിയയിലൊക്കെ ഒന്ന് പോകാനും അത് കാണാനൊക്കെ ഒരു അവസരം കിട്ടും. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റാക്കി ഇട്ടാൽ ഇനി കാണാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഉപകാരമാവും. പിന്നെ അതെന്ന് വെച്ചാൽ കുറേ അധികം നടക്കാറുണ്ട്, കുറച്ച് നടക്കുമ്പോഴത്തേന് ആൾക്കാർ ക്ഷീണിതരാവും. അപ്പോൾ ആ കാണാനുള്ള സ്ഥലങ്ങൾ കറക്റ്റ് പോയിൻ്റ് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോയിട്ട് എന്തൊക്കെ കാണാനുള്ളത്, എന്തൊക്കെ മനസ്സിലാക്കാനുള്ളതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, താങ്ക്സ്.